Welcome to the 7th lecture, BSc Physics Main Optics paper, Semester 6, Paper 3, Optics, 7th lecture. Today we start the second unit, which is called diffraction. In the last previous 16 units, we discussed the chapter interference. With the 16 lectures, we discussed interference. And we today start the second unit of optics, which is unit 2, diffraction. Diffraction of light, second unit. It is as lengthy as first unit. So the first question is, what is diffraction? That is the meaning of diffraction. The phenomenon of bending of a ray of light around the edges of geometric obstacles or the encroachment of light within the geometric shadow is called diffraction. The phenomenon of bending of a ray of light around the edges of geometric obstacles or the encroachment of light within the geometric shadow is called diffraction. അത്രയും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഞാനിത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ലൈറ്റ് നമ്മളിപ്പോൾ ഒരു ടോർച്ചിൽ ലൈറ്റ് അടിച്ചിട്ട് ആ ലൈറ്റിന് മുമ്പിലൊരു ബുക്കോ പെൻസിലോ ഇതൊക്കെ പിടിക്കുകയാണെങ്കിൽ അതിൽ നിഴൽ കിട്ടും. നമ്മൾ ഒരു ബുക്ക് പിടിച്ചാൽ ഭിത്തിയിൽ നിഴൽ കിട്ടും, ഷാഡോ കിട്ടും. എന്നാൽ ഷാഡോ എക്സാമിൻ ചെയ്താൽ ആ നേരെ കിട്ടത്തില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് കിട്ടത്തില്ല. ആ ഷാഡോയ്ക്കകത്തേക്ക് ലൈറ്റ് ഒന്ന് പ്രവേശിക്കും, എൻക്രോച്ച് ചെയ്യും. എൻക്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് പ്രവേശിക്കാന്ന് പറയും. അതായത് ഒരു വസ്തു ലൈറ്റ് പോകുന്ന പാത്തിൽ പിടിച്ചാൽ അതിൻ്റെ ഷാഡോ ഉണ്ടാവുമെങ്കിലും ആ ഷാഡോ ആ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്തിലാണ് ഉണ്ടാകുന്നത്. അത് മാറിയാണ് എന്ന് പറഞ്ഞാൽ ഷാഡോയിലേക്ക് ലൈറ്റ് ഒന്ന് എൻക്രോച്ച് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ കൈ ഭിത്തിയുടെ സമയത്ത് നമ്മുടെ കൈ പിടിച്ചിട്ട് ലൈറ്റിൽ നിന്ന് കൈപ്പത്തി പിടിച്ചിട്ട് ഒരു വിളക്കിൽ നിന്നുള്ള ഒരു ലാമ്പിൽ നിന്നുള്ള ലൈറ്റിൽ നേരെ കൈപ്പത്തി പിടിച്ചാൽ ഭിത്തിയിൽ കൈപ്പത്തിയുടെ പടം ഉണ്ടാകും. പക്ഷെ ആ നിഴൽ നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ആ നിഴലിൻ്റെ അരികെല്ലാം മങ്ങിയാണ് ഇരിക്കുന്നത്. ഒരു കൃത്യമായിട്ട് വരച്ച് ഇപ്പോൾ കൈ വരയ്ക്കാൻ പറ്റത്തില്ല, ഡിമാർക്കേഷൻ പോസിബിൾ അല്ല. ആ ഷാഡോ തുടങ്ങുന്ന സ്ഥലം കൃത്യമായിട്ട് പറയാൻ പ്രയാസം. ഇപ്പോൾ ലൈറ്റ് വരുമ്പോൾ അതിന് നേരെ നമ്മളൊരു ബുക്ക് പോലും പിടിക്കുക, ഭിത്തിയിൽ ഷാഡോ ഉണ്ടാകും. ആ ഷാഡോ ഒന്ന് ഭിത്തിയിൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഷാഡോ അരികെ മാർക്ക് ചെയ്യുന്ന പ്രയാസമാണ്. കാരണം അവിടെ വെച്ച് ഈ ലൈറ്റ് ഷാഡോയിലേക്ക് പ്രവേശിക്കും. ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് വെച്ച് ലൈറ്റ് ഒന്ന് വളയും, ചെറുതായിട്ട് വളയും. അപ്പോൾ ഒബ്സ്റ്റക്കിളിൻ്റെ തടസ്സങ്ങളുടെ അടുത്ത് വെച്ച് ലൈറ്റ് ചെറുതായിട്ട് വളയുകയും അത് ഷാഡോയിലേക്ക് അതിക്രമിച്ച് പ്രവേശിക്കുകയും ചെയ്യുന്ന ഫിനോമിനൻ അത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് വെച്ച് ലൈറ്റ് വളയുകയും അത് ആ ലൈറ്റ് ഷാഡോയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ആ ഫിനോമിനെ വിളിക്കുന്ന പേര് ഡിഫ്രാക്ഷൻ. ഇനി വായിച്ചു നോക്കൂ. The phenomenon of bending of ray of light around the edges of geometric obstacles or the encroachment of light within the geometric shadow is called diffraction. അപ്പോൾ ഇവിടെ ഞാനൊരു ഫസ്റ്റ് എസ്സേ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്പം ലെങ്തിയാണ്, അതുകൊണ്ട് നമുക്ക് അല്പം വേഗത്തിൽ പറയാം. പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എഴുതിയെടുത്ത് പഠിക്കാവുന്നതല്ല. ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസറാണ്. ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ ഒരു അടുത്ത ഡിഫ്രാക്ഷനാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ, ഫ്രാങ്ക് ഡിഫ്രാക്ഷൻ. ഫ്രനൽ അത് വായിക്കുന്നത് ഫ്രനൽ എന്നാകട്ടെ, ഫ്രസ്നൽ എന്ന് എഴുതും, എന്നിട്ട് ഫ്രനൽ എന്ന് വായിക്കണം. ഫ്രനൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. Diffraction is classified into two, namely Fresnel diffraction and Fraunhofer diffraction. FRUN ആകട്ടെ, FRUN മോളിൽ കാണുന്ന സ്പെല്ലിങ് താഴെ ഒരു എൻ മറിഞ്ഞു വന്നിട്ടുണ്ട്. Diffraction is classified into two, namely Fresnel diffraction and Fraunhofer diffraction. FRUNHOFER. In Fresnel diffraction, either the source of light or the screen or both are at fine distance from the obstacle causing diffraction. No lens is used. The തിയററ്റിക്കൽ കാൽക്കുലേഷൻ ഈസ് ഓൺലി അപ്രോക്സിമേറ്റ്. അപ്പോൾ രണ്ട് തരം ഡിഫ്രാക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും പഠിക്കാനുള്ളതാണ്. ഒന്നാമത്തെ ഫ്രനൽ ഡിഫ്രാക്ഷൻ, രണ്ടാമത്തെ ഫ്രാൻഹോഫർ. ഈ ഡിഫ്രാക്ഷൻ നടത്താനായിട്ട് അത് പഠിക്കാനായിട്ട് 3 സാധനം വേണം. ഒന്ന് സോഴ്സ് ഓഫ് ലൈറ്റ്, ഒരു സ്ലിറ്റ് വേണം, അല്ലെങ്കിൽ സോഴ്സ് വേണം. ഈ ലൈറ്റ് വരുന്ന ഒരു സോഴ്സ് വേണം. രണ്ടാമത് ആ ലൈറ്റ് പോകുന്ന വഴിക്ക് വെക്കാനൊരു ഒബ്സ്റ്റക്കിൾ വേണം. മൂന്നാമതായിട്ട് ഒരു സ്ക്രീൻ വേണം, ഇതിൻ്റെ ഷാഡോ കിട്ടുന്ന സ്ക്രീൻ വേണം. അപ്പോൾ ഒരു ലൈനിൽ 3 വസ്തുക്കൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫ്രാക്ഷൻ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് ലൈറ്റ്, രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ കോസിങ് ഡിഫ്രാക്ഷൻ, മൂന്നാമത്തെ
the screen upon which the diffraction pattern is obtained, the shadow is obtained. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിളിൽ നിന്ന് സോഴ്സിലേക്കും ദൂരമുണ്ട്, സ്ക്രീനിലേക്കും ദൂരമുണ്ട്. ആ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫ്രാക്ഷനെ രണ്ടായി തരംതിരിക്കുന്നത്. എങ്ങനെയാണ്? ഒബ്സ്റ്റക്കിളിൽ നിന്ന് സോഴ്സിലേക്കും പിന്നെ സ്ക്രീനിലേക്കും അകലുണ്ട്. ഇപ്പോൾ മൂന്നും ഒരേ ലൈനിലാണ്, ഒരേ രേഖയിലാണ്. ഒബ്സ്റ്റക്കിളാണ് ഇടയ്ക്ക് വരുന്നത്. ഒബ്സ്റ്റക്കിളിൽ നിന്ന് സോഴ്സിലേക്കും സ്ക്രീനിലേക്കും ദൂരമുണ്ട്. ആ ദൂരം ഫൈനറ്റ് ആണെങ്കിൽ, കൃത്യമായിട്ട് അളക്കാവുന്ന സ്കെയിൽ വെച്ച് അളക്കാവുന്ന ദൂരമാണെങ്കിൽ അത്തരം ഡിഫ്രാക്ഷൻ വിളിക്കുന്നതിന് പറയുന്നത് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇവിടെ ഈ തിയററ്റിക്കൽ കാൽക്കുലേഷൻ അത്ര കൃത്യമല്ലെന്നുള്ളതാണ്. ഈ ദൂരം വളരെ ഫൈനറ്റ് ആണെങ്കിലും കാൽക്കുലേഷനകത്ത് കുഴപ്പങ്ങൾ, ഈ കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ പറ്റത്തില്ല. ഇവിടെ ലെൻസ് ഉപയോഗിക്കാറില്ല, കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാറില്ല ഈ ഫ്രണ്ടിൽ. അതാണൊരു വ്യത്യാസം. ഈ ഫ്രാൻഹോഫർ നോക്ക്. In Fraunhofer diffraction, the source of the screen or both are at finite, infinite. അതാണ് വാക്ക് കേട്ടോ. നേരത്തെ ഫൈനറ്റ്, ഇവിടെ ഇൻഫിനിറ്റ്. ആ രണ്ട് വാക്ക് വ്യത്യാസമാണ് മാർക്ക് തരുന്നത്. ആർ അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സ്റ്റക്കിൾ കോസിംഗ് ഡിഫ്രാക്ഷൻ. ലെൻസസ് ആർ യൂസ്ഡ് ടു മേക്ക് റൈസ് പാരലൽ. തിയററ്റിക്കൽ കാൽക്കുലേഷൻ ഈസ് ആക്യുറേറ്റ്. അപ്പം ഫ്രാൻഹോഫറിൽ പറയുന്നത് ഈ ഒബ്സ്റ്റക്കിളിൽ നിന്ന് സ്ക്രീനും അതുപോലെ സോഴ്സും ഇരിക്കുന്നത് ഇൻഫിനിറ്റ് ദൂരത്തിലാണ്. ഇൻഫിനിറ്റ് ദൂരം നമ്മൾ പ്രാവർത്തികമാക്കുന്നത് കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ്. കാരണം ഒരു ലെൻസിൻ്റെ ഫോക്കസിൽ നമ്മൾ സോഴ്സ് വെച്ചാൽ ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ പാരലായിരിക്കും. പിന്നെ തിയററ്റിക്കൽ കാൽക്കുലേഷൻ വളരെ ആക്യുറേറ്റ് ആണ്. സോ ഇൻ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ദ ഡിസ്റ്റൻസസ് of the source and the screen from the obstacle are infinite, and infinite distance is visualized using convex lenses, and in this case theoretical calculation is accurate, exact. അപ്പോൾ ഇവിടെ ദൂരം ഇൻഫിനിറ്റി ആണെങ്കിലും കാൽക്കുലേഷൻ വളരെ കൃത്യമാണ്. മറ്റിനകത്ത് ദൂരം ഫൈനറ്റ് ആണെങ്കിലും കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രെനൽ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻസ്. ഇനി നമ്മൾ പറയുന്നത് നോക്കിയേ, അടുത്തൊരു എസ്സേ നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് എസ്സേ ആണ്. ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ ആട്ടെ, ഈ വേണേ എക്സ്പ്ലനേഷൻ ടു റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ, EXPLNETION, എക്സ്പ്ലനേഷൻ ടു റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ നീർരേഖാ സഞ്ചലനത്തിനുള്ള ഫ്രെനലിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ ലൈറ്റ് നേരെ പോകുന്ന ആളെ പറയുന്നത് അതെങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയാൻ പോകണം. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്താണ്? അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ടു ഓൾ ഔട്ട്വേർഡ് അപ്പിയറൻസ് ലൈറ്റ് ഷുഡ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. വെൻ an obstacle is placed in the path of the ray, a geometrical shadow is cast. This principle has been explained by Fresnel by constructing half-period source or Fresnel source. അപ്പോൾ പുറമേയുള്ള ഒരു അപ്പിയറൻസിൽ ലൈറ്റ് നേർരേഖയിൽ പോകും എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മളൊരു മുറി ഇരിക്കുന്നു, അപ്പുറത്തെ മുറി വേറൊരാളിരിക്കുന്നത്, വാതിൽ തുറന്നിട്ടൊക്കെയാണ്, എങ്കിലും ആളെ കാണണമെന്നില്ല. കാരണം ലൈറ്റ് വളഞ്ഞു വരത്തില്ല, അതാണ് കാര്യം. നേരെ മറിച്ച് ഒരു ബെല്ലോ വല്ല അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ശബ്ദം കേൾക്കാം, സൗണ്ട് വളഞ്ഞു വരുന്നതായിട്ട് തോന്നും, പക്ഷെ ലൈറ്റ് വളഞ്ഞു വരത്തില്ല. ഒരു ഭിത്തി കൊണ്ട് വേർതിരിച്ച മുറിയിൽ വാതിലുണ്ടെങ്കിൽ പോലും അപ്പുറത്തേക്ക് ആളെ കാണാൻ പറ്റത്തില്ല. നേരെ മറിച്ച് അപ്പുറത്തെ ആൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ സൗണ്ട് ബെൻഡ് ചെയ്യും, ലൈറ്റ് ബെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ലൈറ്റിൻ്റെ അതിൻ്റെ ബാഹ്യ അപ്പിയറൻസിൽ അത് നേരെ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, വളയാറില്ല. അതിനെയാണ് നമ്മൾ നേരേഖാ സഞ്ചരണം എന്ന് പറയുന്നത്. മലയാളത്തിലാണ് നേരേഖാ സഞ്ചരണം, ഇംഗ്ലീഷിൽ പറയുന്നത് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇഫ് ആൻ ഒബ്സ്റ്റക്കിൾ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത്, എ ഷാഡോ ഈസ് ഫോംഡ്, എ ഷാഡോ ഈസ് കാസ്റ്റ്. ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇവിടെ ഒരു രണ്ട് കോൺട്രഡിക്ടറി ഐഡിയകൾ പറയുകയാണ്. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് നേരെ പോകും, വളയാറില്ല. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് വെച്ച് വളയും, ചെറുതായി വളയും. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷനിൽ പറയും ലൈറ്റ് വളയത്തില്ല, നേരെ പോകുമെന്ന് പറയും. ഡിഫ്രാക്ഷനകത്ത് പറയും ലൈറ്റ് വളയുമെന്ന് പറയും. അപ്പോൾ ഒരിടത്ത് ലൈറ്റ് വളയുമെന്ന് പറയും, ബെൻഡ് ചെയ്യുമെന്ന് പറയും, മറ്റൊരിടത്ത് പറയും ബെൻഡ് ചെയ്യത്തില്ല. രണ്ട് കോൺട്രഡിക്ടറി ഐഡിയയാണ്, വിപരീത ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയയാണ്. ഇത് എങ്ങനെ ശരിയാകും? രണ്ട് ലൈറ്റ് കാണിക്കുന്നതാണ്. ലൈറ്റ് വളയും എന്നൊരു കൂട്ടർ പറയും, ലൈറ്റ് വളയില്ല എന്ന് മറ്റൊരു കൂട്ടർ പറയും. ഈ രണ്ട് ഐഡിയയും എങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യും, എങ്ങനെ ബന്ധിപ്പിക്കും, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്.
അത് ആദ്യമായിട്ട് ചെയ്തത് ഫ്രണ്ടലാണ്. ഈ ലൈറ്റ് ഒബ്സ്റ്റക്കിളിൻ്റെ അടുത്ത് ബെൻഡ് ചെയ്യും, ലൈറ്റ് നേരെ പോകും എന്നുള്ള ഈ രണ്ട് കോൺട്രഡിക്ടറി ഐഡിയ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്, അത് ഫ്രണ്ടലാണ് ചെയ്തത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ ടു റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ ടു റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് വളയും എന്ന് പറഞ്ഞാലും ഡിഫ്രാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാലും അതിൻ്റെ നേർരേഖാ സഞ്ചരണത്തെ റെക്ടിലിനിയർ പ്രൊപ്പഗേഷനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് ഫ്രെനൽ പറയാൻ പോകുന്നത്. This principle has been explained by Fresnel by constructing half-period zones or Fresnel zones. അപ്പോൾ ഇങ്ങനെ ഈ റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫ്രെനൽ സ്വീകരിച്ച ഒരു മാർഗമാണ് ഈ ഹാഫ് പീരിയഡ് സോണിൻ്റെ നിർമ്മിതി. ഹാഫ് പീരിയഡ് സോൺ, വാട്ടർ ഹാഫ് പീരിയഡ് സോൺസ് ഓർ വാട്ടർ ഫ്രെനൽ സോൺസ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ഇഫ് നോട്ട് ആൻസർ. അപ്പോൾ അത് വരയ്ക്കാനുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്പം കെയർഫുൾ ആയിട്ടൊന്ന് വരയ്ക്കണം. അപ്പോൾ ആദ്യം പറയുന്നത് ഹാഫ് പീരിയഡ് സോൺ എന്താണെന്ന് പറയണം. ഹാഫ് പീരിയഡ് സോൺസ്, ഇപ്പോൾ നമ്മൾ അത്രയും സ്പെല്ലിംഗ് ചെയ്യുന്നതിന് പോലെ നമ്മൾ അങ്ങോട്ട് SPZ എന്ന് പറയും. SPZ എന്ന് പറഞ്ഞാൽ ഹാഫ് പീരിയഡ് സോൺ. ഇനി അത് പ്ലൂറായിട്ട് പറയണമെങ്കിൽ SPZS എന്ന് പറയണം. എന്തായാലും പടം നോക്കുക. ABCD ഒരു വേവ് ഫ്രണ്ടാണ്, ഒരു ബുക്കിലെ പേപ്പർ പോലെ. അത് അങ്ങോട്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ് വേവ് ഫ്രണ്ട്. അതായത് ഒരു വേവ് ഫ്രണ്ടൊക്കെ അറിയാമല്ലോ, ഒരു സോഴ്സ് നമ്മൾ ഇല്യൂമിനേറ്റ് ചെയ്താൽ അതിൽ നിന്ന് വേവ് ഫ്രണ്ടാണ് പോകുന്നത്. ഒരു വിളക്ക്, ഒരു ക്യാൻഡിൽ കത്തിച്ചാൽ അതിൽ നിന്ന് ലൈറ്റ് പോകുന്നത് എക്സ്പാൻഡിങ് ഗോളങ്ങൾ, വീർപ്പിക്കുന്ന ഒരു ബലൂൺ പോലെയാണ്. ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൻ്റെ സർഫസ് എങ്ങനെ വലുതാകും, ആ വലുതാകുന്ന രീതിയിലാണ് വേവ് ഫ്രണ്ട് പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. ആ ബലൂണിൻ്റെ സർഫസിനെ, അതുപോലെയാണ് ഈ വിളക്കിൽ നിന്നുള്ള ലൈറ്റിൻ്റെ സർഫസ്, ആ സർഫസിനെ വിളിക്കുന്നത് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് മീൻസ് വേവ് സർഫസ്. അപ്പോൾ വലിയൊരു വേവ് ഫ്രണ്ട് എടുത്താൽ അതിന് കുറച്ച് ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചതുരായിട്ട് കാണാം. നമ്മൾ വലിയൊരു വേവ് ഫ്രണ്ട് എടുത്താൽ അതിന് കുറച്ച് ഭാഗം മാത്രം എടുത്ത് ചതുരമായിട്ട് വരക്കാം. അപ്പോൾ അങ്ങനെയാണ് ABCD. അപ്പോൾ ABCD ലൈറ്റിൻ്റെ ഒരു വേവ് ഫ്രണ്ടാണ്. അത് മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുക, റൈറ്റിലേക്ക് അഡ്വാൻസ് ചെയ്യണം. അഡ്വാൻസ് ചെയ്യുന്ന ആരുമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നടുക്ക് ഓരോ പോയിന്റ് ഉണ്ട്, ഓരോ പോയിന്റ്. ആ ഓരോ പോയിന്റിന് ചുറ്റും ആ വേവ് ഫ്രണ്ടിനെ, ആ ABCDയെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഭാഗിക്കുകയാണ്. കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പോൾ അത് ഓൾ ഷേപ്പിയോടെ വരയ്ക്കാം. ഇവിടെ നമ്മൾ സർക്കിളായിട്ട് വരച്ചിരിക്കണം. ഓൾ ഷേപ്പിൽ വെച്ചാലും കുഴപ്പമില്ല, കാരണം ഇത് ഈ വേവ് ഫ്രണ്ടിലിരിക്കുന്നത് നമുക്ക് പെർപെൻഡിക്കുലർ അങ്ങോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് ഓൾ ഷേപ്പിലും വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കും നോക്കിയാൽ ഇങ്ങോട്ട് മാറി P ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. Bയിലൊരു പോയിന്റ് ഉണ്ട്. ആ Pയിലാണ് നമ്മൾ സ്ക്രീൻ പിടിക്കുന്നത് Pയിലാണ്. വേവ് ഫ്രണ്ടാണ് ABCD. ലൈറ്റ് വരുന്ന സോഴ്സ് പുറകിലാണ്, കുറച്ചുകൂടി അടുത്തോട്ട് മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് ലൈറ്റ് വരും. ABCD വേവ് ഫ്രണ്ടാണ്. P എന്ന് പറഞ്ഞ സ്ക്രീനിലൊരു പോയിന്റാണ്. ഓയിലാണ് നമ്മൾ ഒബ്സ്റ്റക്കിൾ വെക്കുന്നത്. ഓയിൽ ഒബ്സ്റ്റക്കിൾ വെക്കുമ്പോൾ ലൈറ്റ് നേരെങ്കിലും പോവുകയാണെങ്കിൽ ഷാഡോ ഉണ്ടാകും. Pയിലെ Pയിലാണ് സ്ക്രീൻ പിടിക്കുന്നത്. ഓയിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചാൽ P എന്നുള്ള പോയിന്റിൽ ഒരു ഷാഡോ ഉണ്ടാകും. അത് കാരണം ലൈറ്റ് നേരെങ്കിലും പോകുന്നതുകൊണ്ടാണ്. ഷാഡോ ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷാഡോ ചെറുതായി പോവുകയാണെങ്കിൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ എങ്ങനെ പറയുമെന്ന് നോക്കൂ. സോ യു സി ABCD is a plane wave front. P is a point on the screen. The distance between O and P is B. And we divide this wave front into a number of half period zones in order to find the light intensity at the point P. Pയിലുള്ള ലൈറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ വേവ് ഫ്രണ്ടിനെ നമ്പർ ഓഫ് സോൺസ് ആയിട്ട് ഭാഗിക്കും. അത്തരം സോൺസിനെ വിളിക്കുന്നവരെ ഹാഫ് പീരിയഡ് സോൺസ്. അതെങ്ങനെയാ നോക്കൂ. OP ലൈൻ നമ്മൾ വരച്ചല്ലോ, ആ ദൂരം B ആണ്. പിന്നെ കുറച്ച് ലൈൻ വരക്കുന്നുണ്ട് കേട്ടോ. ആ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയറിയാമോ? PM1 PN അതെ, M1 M2 M3 എക്സെട്ര പോയിന്റ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് PM1 = PN1 = PM1 = B plus λ/2, PM2 = B plus λ/2. അവിടെ പൊടി ചെയ്തിട്ടുണ്ട്. PM3 is B plus λ/3. അങ്ങനെയുള്ള ദൂരമെടുത്ത് P സെൻറ്ററാക്കി കോൺസെൻട്രിക് സ്പിയേഴ്സ് ഇമാജിൻ ചെയ്യണം. ശരിക്കും കേൾക്കണം. വിത്ത് P as center and radii equal to
b plus lambda by 2, b plus 2 lambda by 2, b plus 3 lambda by 2, b plus 4 lambda by 2, etc. Concentric spaces are imagined, and these spaces will cut out the circular areas on the wavefront ABCD. The first circular area is called first half period zone. The area between second circle and first circle is called second half period zone. The area between third circle and second circle is called third half period zone, and so on. And it can be shown that area of each half period zone is a constant, and it is equal to A, capital A, equal to pi b lambda, pi 3.14, b the distance OP, lambda the wavelength of light used. അപ്പം പിയിലുള്ള പി എന്താണ്? ഒരു സ്ക്രീൻ വെക്കുന്ന സ്ഥാനം. പിയിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ വേവ് ഫ്രണ്ടിനെ അനേക ഹാഫ് പീരിയഡ് സോണായിട്ട് ഭാഗിക്കും. എങ്ങനെ ഭാഗിക്കുമെന്ന് ചോദിച്ചാൽ പി സെൻറ്ററാക്കി ആ കാണുന്ന വാല്യൂസ് ഏതെല്ലാം വാല്യൂസാണ്? ബി പ്ലസ് ലാംഡ ബൈ 2, ബി പ്ലസ് 2 ലാംഡ ബൈ 2, ബി പ്ലസ് 3 ലാംഡ ബൈ 2 എന്ന് തുടങ്ങുന്ന വാല്യൂസ് വെച്ചിട്ട് സാങ്കല്പിക ഗോളങ്ങൾ എടുക്കണം. ഗോളങ്ങൾ വിചാരിക്കണം. ഒന്നാമത്തെ ഗോളം വേവ് ഫ്രണ്ടിൽ OM1 റേഡിയസ് ഉള്ള സർക്കുലർ ഏരിയ കട്ടൗട്ട് ചെയ്യും. രണ്ടാമത്തെ ഗോളം OM2 റേഡിയസ് ഉള്ള സർക്കുലർ ഏരിയ കട്ടൗട്ട് ചെയ്യും. മൂന്നാമത്തെ ഗോളം OM3 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഏരിയ കട്ടൗട്ട് ചെയ്യും. അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും. ഞാനത് പറയാം. അതായത് നമ്മളൊരു ഗോളം, ഒരു വൈറ്റ് പേപ്പർ പിടിക്കുക, തൊട്ട് മുമ്പിലൊരു ഗോളം നമ്മൾ എടുക്കുകയാണ്, ഒരു സ്പിയർ എടുക്കുകയാണ്. ആ സ്പിയർ ഈ വൈറ്റ് പേപ്പറിലേക്ക് അടിച്ച് കയറ്റുക. കുറച്ച് അടിച്ച് കയറ്റുന്ന പോലെയാണ് ഈ കൺസ്ട്രക്ഷന്. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് ബലമായി പിടിച്ചിട്ട് അതിലേക്ക് നമ്മളൊരു ഗോളം അടിച്ച് കയറ്റിയിട്ട് ആ ഗോളം ഊരി മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കുലറായിട്ട് ഒരു ഏരിയ കിട്ടും, ഒരു വൃത്തം കിട്ടും. ഇപ്പോൾ റേഡിയസ് കൂടുതലുള്ള ഗോളങ്ങൾ ഇങ്ങനെ തള്ളി കയറ്റി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉയർന്ന റേഡിയസ് ഉള്ള സർക്കുലർ ഏരിയാസ് ആ വേവ് ഫ്രണ്ടിൽ കട്ടൗട്ട് ചെയ്യും. ഒന്നാമത്തെ സർക്കുലർ ഏരിയയായി വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാഫ് പീരിയഡ് സോൺ. രണ്ടാമത്തെ സർക്കിളിൻ്റെയും ഒന്നാമത്തിൻ്റെയും ഇടയ്ക്കുള്ള ഏരിയ സെക്കൻഡ് ഹാഫ് പീരിയഡ് സോൺ. മൂന്നാമത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ തേർഡ് ഹാഫ് പീരിയഡ് സോൺ. അങ്ങനെ പോകും. നമുക്ക് തെളിയിക്കാനാകും എല്ലാ ഹാഫ് പീരിയഡ് സോണിൻ്റെയും ഏരിയ പൈ ബി ലാംഡയാണെന്ന്. ഇത് നിർമ്മിച്ചത്, ഈ ഐഡിയ കൊണ്ടുവന്നത് ഫെറൽ ആയതുകൊണ്ട് ഈ ഹാഫ് പീരിയഡ് സോണിനെ വിളിക്കുന്ന പേര് ഫെറൽ സോൺസ്. എന്തുകൊണ്ട് ഇവയെ ഹാഫ് പീരിയഡ് സോൺ എന്ന് പറയുന്നു? അതൊരു ചോദ്യമാണ്. വൈ ഫെറൽ സോൺസ് ആർ കോൾഡ് ഹാഫ് പീരിയഡ് സോൺസ്? അതിന് ഉത്തരം നമുക്കറിയാമല്ലോ. ഇവിടെ ഓരോ സോണിലേക്ക് പോകുമ്പോഴേ ആ പാത്ത് കൂടുന്ന നോക്കി ബി പ്ലസ് ലാംഡ ബൈ 2, ബി പ്ലസ് 2 ലാംഡ ബൈ 2, ബി പ്ലസ് 3 ലാംഡ ബൈ 2 അങ്ങനെയാണ് പോണത്. അപ്പോൾ ഓരോ സോണും തമ്മിലുള്ള പാത്ത് വ്യത്യാസം ലാംഡ ബൈ 2 ആണ്. ലാംഡ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഇന്റർഫറൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടി ബൈ 2. ലാംഡ ബൈ 2 പാത്ത് ഈസ് ഈക്വൽ ടി ബൈ 2 പീരിയഡ് ഈസ് ഈക്വൽ ടു പൈ ഫേസ്. അങ്ങനെ ഒരു കോളം വരെ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ വാല്യൂ ഞാൻ ടിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് വേറെ സ്ഥലത്ത് അപ്ലൈ എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ. ലാംഡ ബൈ 2 പാത്ത് എന്ന് പറഞ്ഞാൽ ടി ബൈ 2 പീരീഡ് ആണ്, അത് പൈ ഫേസ് ആണ്. ഇവിടെ ടി ബൈ 2 പീരീഡ് ആ ഐഡിയ എടുക്കുക, ഹാഫ് പീരീഡ്. അതുകൊണ്ടാണ് ഈ സോണുകളെ നമ്മൾ ഹാഫ് പീരീഡ് സോൺ എന്ന് വിളിക്കുന്നത്. പടം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ എഴുത്തൊക്കെ നോക്കിയ വേണ്ട. ബി പ്ലസ് ലാംഡ ബൈ 2, ഇത് ബി പ്ലസ് ലാംഡ ബൈ 2, ബി പ്ലസ് 2 ലാംഡ ബൈ 2 അങ്ങനെ എഴുതിയിരിക്കുന്നു. ബി പ്ലസ് 3 ലാംഡ ബൈ 2 അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ OM1, M2, M3 എക്സെട്ര ABCD വേവ് ഫ്രണ്ട്. അതിന് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. Let ABC represent a plane wavefront with the plane perpendicular to the plane of the paper. നമ്മൾ എഴുതുന്ന പേപ്പറിന് പെർപെൻഡിക്കുലർ ഇരിക്കുന്നത്, അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സർക്കിൾ വേണം ഓവൽ ഷേപ്പിൽ വരക്കാം എന്ന് ഞാൻ പറഞ്ഞത്. അഡ്വാൻസിങ് ടുവേഴ്സ് എ പോയിന്റ് ബി, ലെറ്റ് ലാംഡ ബി ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് OP ഈസ്. OP is perpendicular to the wavefront. Let OP equal to small b to find the resultant intensity of light at P. P ലാണ് സ്ക്രീൻ പഠിക്കുന്നത്. At P, the wavefront is divided into a number of half period zones called Fresnel zones. Construction is based. എങ്ങനെയാണ് സോൺ നിർമ്മിക്കുക? ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കാൻ. With the P center, our radii equal to b plus lambda by 2, b plus 2 lambda by 2, b plus 3 lambda by etc. Concentric spheres are described. These spheres cut out, മുറിച്ചു മാറ്റും, cut out circular areas.
control circular areas of radii OM1, OM2, OM3, etc. on the wave front. The area of the first circular strip is called the first half period zone. The area between the second and the first circles is called the second half period zone, and so on. അങ്ങനെ പോവും. The secondary wavelets reaching at P from corresponding points in any two adjacent zones have a path difference of lambda by 2. This is equivalent to a time difference of half a period. Hence these zones are called half period zones. അത് മനസ്സിലായില്ലേ? അതാണ് അവിടെ സൈഡിൽ ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്രണ്ട് സോൺസിനെ ഹാഫ് പീരീഡ് സോൺ എന്ന് വിളിക്കുന്നത്? കാരണം ആ സോണുകളിലെ ഓരോ സോണിലെയും അഡ്ജസൻറ്റ് പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണ്. അത് ടൈം ഡിഫറൻസ് ഹാഫ് എ പീരീഡ് തുല്യമാണ്. അതുകൊണ്ടാണ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. The secondary wavelets reaching at P from corresponding points on any two adjacent zones have a path difference of lambda by 2. This is equivalent to a time difference of half a period. Hence these zones are called half period zones. So the question is like this: why Fresnel zones are called half period zones? The answer is this paragraph. Now we are going to say the area of the zone. ഞാൻ പറഞ്ഞല്ലോ എല്ലാ സോണിൻ്റെ ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈബ് ലാംഡ. എന്താണ് സോൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സർക്കിൾ OM1 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. പിന്നെ രണ്ടാമത്തെ സർക്കിളിൻ്റെ ഒന്നാമത്തെ ഇടക്കുള്ള ഏരിയ കേട്ടോ. രണ്ടാമത്തെ സോൺ അല്ല, രണ്ടാമത്തെ സർക്കിളിൻ്റെ അല്ല, രണ്ടാമത്തെ സർക്കിളിൻ്റെയും ഒന്നാമത്തിൻ്റെ ഇടക്കുള്ള ഏരിയയാണ് ഏരിയ ഓഫ് സെക്കൻഡ് സോൺ. മൂന്നാമത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തിനിടക്ക്, അതായത് OM3 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെയും OM2 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇടക്കുള്ള ഏരിയയാണ് മൂന്നാമത്തെ ഹാഫ് പീരീഡ് സോൺ. അങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാ സോണും ഒരേ ഏരിയ ആണ് തെളിയിക്കുന്നത്. എങ്ങനെ നോക്കിയേ? ഏരിയ ഓഫ് ദ ഫസ്റ്റ് സോൺ A is pi r square, റേഡിയസ് is OM1, so pi OM1 square. ഏരിയ ഓഫ് സെക്കൻഡ് സോൺ A is equal to pi into OM2 square minus pi into OM1 square. അതായത് രണ്ടാമത്തെ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഒന്നാമത്തെ സർക്കിളിൻ്റെ ഏരിയ കുറച്ചു. ഏരിയ ഓഫ് ദ nth സോൺ A is equal to pi into OMN square minus OM inversion square. നമ്മൾ ഒരു ലൈൻ എക്സെപ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂട്ടി എഴുതുമ്പോൾ അവസാന സോൺ nth സോൺ ആകുമ്പോൾ പൈ ഇൻറ്റു OMN സ്ക്വയർ മൈനസ് OM ഇൻവേഷൻ സ്ക്വയർ അങ്ങനെ എഴുതാം. nth സോണിൻ്റെ ഏരിയ. ഇനി ഫ്രം ട്രയാങ്കിൾ OPM1 PM1 സ്ക്വയർ ഇസ് OM1 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. ട്രയാങ്കിൾ നോക്കണം. ഇതാണ് ട്രയാങ്കിൾ. ഇതാ ചെറിയ ട്രയാങ്കിൾ. OPM1 താഴത്തെ ട്രയാങ്കിളാണ്. OPM1 അവിടെ പൈതോർസിൽ അപ്ലൈ ചെയ്തതാണ്. PM1 സ്ക്വയർ ഇസ് ഈക്വൽ OM1 സ്ക്വയർ പ്ലസ് B സ്ക്വയർ അല്ലെങ്കിൽ OP സ്ക്വയർ എന്ന് പറയും. അങ്ങനെ എല്ലാ ട്രയാങ്കിളും പറയാം. അപ്പോൾ നിങ്ങൾ പടത്തിലേക്ക് തിരിച്ചു പോയി നോക്കിയാൽ മതി. നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് പെട്ടെന്ന് വരച്ച് നോക്കാവുന്നതുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഫ്രം ട്രയാങ്കിൾ OPM1 PM1 സ്ക്വയർ ഈസ് OM1 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ആ ഏരിയ എന്ത് സോൺ ഓർത്തുള്ളതുണ്ട്. ഏരിയ ഈസ് പൈ ഇൻറ്റു OMN സ്ക്വയർ മൈനസ് OM ഇൻവേഷൻ സ്ക്വയർ ആണ്. അത് ഓർത്തുകൊള്ളണം. ഏരിയ ഫ്രം ട്രയാങ്കിൾ OPM1 PM1 സ്ക്വയർ ഈസ് OM1 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. പൈതഗോറസ് തിയറം. അപ്പോൾ അതിൽ നിന്ന് OM1 സ്ക്വയർ കണ്ടുപിടിക്കണം. OM1 സ്ക്വയർ ഈസ് ഈക്വൽ ടു PM1 സ്ക്വയർ മൈനസ് OP സ്ക്വയർ. OP സ്ക്വയർ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മതി. അടുത്ത സിമിലർലി OM2 സ്ക്വയർ PM2 സ്ക്വയർ മൈനസ് OP സ്ക്വയർ. ഇനി ഒരു ലൈൻ നമുക്ക് എക്സെട്രാ ഇടാം. എക്സെട്രാ നീട്ടി കൊണ്ടിടാം ഒറ്റ ലൈൻ. ലാസ്റ്റ് OMN സ്ക്വയർ ഈസ് PMN സ്ക്വയർ മൈനസ് OP സ്ക്വയർ ആൻഡ് OM ഇൻവേഷൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു PM ഇൻവേഷൻ സ്ക്വയർ മൈനസ് OP സ്ക്വയർ. ഈ രണ്ട് വിലകളും ഈ OMN സ്ക്വയറും OM ഇൻവേഷൻ സ്ക്വയറും നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ കൊടുക്കണം. ഇവിടെ ഉണ്ടല്ലോ, എന്നെ ഓർക്കാൻ പറഞ്ഞില്ലേ? A is equal to pi OMN സ്ക്വയർ മൈനസ് OM ഇൻവേഷൻ സ്ക്വയർ. അതിനകത്ത് കിട്ടണം. ഇടുമ്പോൾ നമുക്ക് OP സ്ക്വയർ വെട്ടിപ്പോയിട്ട് ബാക്കി കിട്ടുന്നതാണ് എഴുതിക്കുന്നത്. OP സ്ക്വയർ വെട്ടിപ്പോയിട്ട് OMN സ്ക്വയർ മൈനസ് OM ഇൻവേഷൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു PMN സ്ക്വയർ മൈനസ് PM ഇൻവേഷൻ സ്ക്വയർ എന്ന് കിട്ടും. Therefore area A is equal to pi into PMN സ്ക്വയർ മൈനസ് PM ഇൻവേഷൻ സ്ക്വയർ. അതായത് OMN സ്ക്വയർ മൈനസ് OM ഇൻവേഷൻ സ്ക്വയർ നമുക്കിങ്ങനെ PMN സ്ക്വയർ മൈനസ് PM ഇൻവേഷൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് സോണിൻ്റെ സോണിൻ്റെ ഏരിയ.
അത് പൈ ബി ലാംഡ എന്ന് തെളിയിച്ച് നോക്കുക എങ്ങനെയാണ്. യു ലുക്ക് പി എം എൻ ഈസ് ഈക്വൽ ടു പി എം എൻ ഈസ് ബി പ്ലസ് ലാംഡ ബൈ 2. നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുക ഇങ്ങനെയാണല്ലോ. പി എം ടു ഈസ് ബി പ്ലസ് 2 ലാംഡ ബൈ 2 ഉള്ള എക്സെട്ര. പി എം എൻ ഈസ് ഈക്വൽ ബി പ്ലസ് എൽ ലാംഡ ബൈ 2. പി എം എൻ മൈനസ് 1 ഈസ് ഈക്വൽ ബി പ്ലസ് എൻ മൈനസ് 1 ലാംഡ ബൈ 2. ആ വാല്യൂ എല്ലാം നമ്മൾ എയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore a is equal to pi into b plus l lambda by 2 square minus b plus n minus 1. n minus 1 ബ്രാക്കറ്റ് ആകട്ടെ. ഒരു സിംഗിൾ ബ്രാക്കറ്റ് വരുന്നതുകൊണ്ടാണ് മറ്റൊരു ബ്രാക്കറ്റ് നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് മുകളിൽ. n minus 1 ബ്രാക്കറ്റ് ഈ ലാംഡ ബൈ 2 സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റണം. a is equal to pi into b square plus bn lambda plus n square lambda square by 4 മൈനസ് അതെല്ലാം ബ്രാക്കറ്റ് സ്ക്വയർ ആണ്. a plus b സ്ക്വയർ എന്നുള്ളത് b സ്ക്വയർ പ്ലസ് b n minus 1 ലാംഡ പ്ലസ് n minus 1 സ്ക്വയർ ബൈ 4 ഇൻറ്റു ലാംഡ സ്ക്വയർ. ഈ ലാംഡ സ്ക്വയർ ടേമിനെ വെട്ടിക്കളയാൻ കേട്ടോ. കാരണം ഈ ലാംഡ ഈസ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ആണ്. 10 - -10 ഒക്കെ വരത്തില്ലേ. അപ്പോൾ അത് സ്ക്വയർ ആകുമ്പോൾ 2 സ്മോൾ. അപ്പോൾ ലാംഡ സ്ക്വയർ ടേമിനെ വെട്ടിക്കളയാം. ലാംഡ സ്ക്വയർ ടേംസ് ബീങ് വെരി സ്മോൾ വി ക്യാൻ നെഗ്ലക്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കിട്ടുന്നത് ബ്രാക്കറ്റ് മാറ്റണം. ബ്രാക്കറ്റ് ബി സ്ക്വയർ വെട്ടിപ്പോകും. ലാംഡ സ്ക്വയർ ടേമും കളയാം. ബാക്കി അവസാനിക്കുന്നത് ബി ലാംഡ മാത്രമായിരിക്കും. അപ്പോൾ ലാംഡ സ്ക്വയർ ടൈം കളയാം. പിന്നെ ബി എൽ ലാംഡ വെട്ടിപ്പോവും, ബി സ്ക്വയർ വെട്ടിപ്പോവും. ലാംഡ സ്ക്വയർ ടൈം എല്ലാം നെഗ്ലിജിബിളാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 58, 93 × 10⁻10 ആണ്. അങ്ങനെ വരുമ്പോൾ 10⁻6 ആയാലും വരും. അതിൻ്റെ സ്ക്വയർ 10⁻−12. അത് നെഗ്ലിജിബിൾ, അത് കളയാം. അപ്പോൾ ലാംഡ സ്ക്വയർ ടൈമും പിന്നെ വെട്ടിപ്പോകുന്ന ഈ ബി സ്ക്വയറും ബി എൽ ലാംഡയൊക്കെ വെട്ടിപ്പോയതിന് ശേഷം നമുക്ക് ആകെ കിട്ടുന്നത് ബി ലാംഡ എന്നാണ് അകത്ത് കിട്ടുന്നത്. അപ്പോൾ ഏരിയ പൈ ബി ലാംഡ, ഏരിയ ഈസ് പൈ ബി ലാംഡ. ഇത് നോക്കി ഇതിനകത്ത് എന്നൊന്നുമില്ല. ബി ആ കോൺസ്റ്റന്റ് ദൂരമാണ്, ലാംഡ കോൺസ്റ്റന്റ് വേവലെന്താണ്, എല്ലാം കോൺസ്റ്റന്റ് ആണ്. പൈ 3.14 ആണല്ലോ, എല്ലാ സംഖ്യയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഏരിയ ഓഫ് എനി സോൺ ഇസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദ nth ഹാഫ് പീരിയഡ് സോൺ which is independent of n, so all the half period zones are of equal area. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് മറന്നു പോരുത്. നമ്മുടെ റെക്റ്റിലിയർ പ്രൊപ്പഗേഷൻ പറയാണ്. അതായത് ഓ എന്നുള്ള സ്ഥാനത്ത്, വേവ് ഫ്രണ്ടിൽ നടുക്ക് ഓ എന്നുള്ള സ്ഥാനത്ത് ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചാൽ പിയിൽ ഷാഡോ ഉണ്ടാകുന്ന കാര്യം നേരേക സംചരണം റെക്റ്റിലിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അതിന് കുറേ പ്രാഥമികമായിട്ട് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ട് കാര്യങ്ങളുണ്ട്. ആ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഈ ഷാഡോ ആണ് പിയിൽ കിട്ടുന്നതെങ്കിൽ ഷാഡോയ്ക്ക് ഇൻറ്റൻസിറ്റി ലൈറ്റ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കാരണം പിയിൽ സ്ക്രീൻ വെക്കും, ആ സ്ക്രീനിൽ ഷാഡോ കിട്ടിയ ഇൻറ്റൻസിറ്റി ഇല്ല, പിന്നെ ലൈറ്റാണ് കിട്ടുന്നെങ്കിൽ ഇൻറ്റൻസിറ്റി ഉണ്ട്. ആ ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ പറയണം. എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഐ, ദ ഡിസ്റ്റർബൻസ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സോൺ ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഡിസ്റ്റർബൻസിൻ്റെ ലൈറ്റിൻ്റെ അളവാണല്ലോ, ആംപ്ലിറ്റ്യൂഡിൻ്റെ അളവാണ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒരു ലൈറ്റ് വേവ് വന്ന് വീണ് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഒരു പോയിന്റിൽ ഉണ്ടാക്കും. ഡിസ്റ്റർബൻസിൻ്റെ അളവാണ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ദ ഡിസ്റ്റർബൻസ് അറ്റ് എ പോയിന്റ് ഈസ് ഡ്യൂ ടു എ സോൺ ഡിപ്പെൻഡ്സ് ഓൺ 1 ഏരിയ ഓഫ് ദ സോൺ, 2 ഡിസ്റ്റൻസ് ഓഫ് ദി സോൺ, 3 ഒബ്ലിക്വിറ്റി ചരിവ്, ഒബ്ലിക്വിറ്റി ഫാക്ടർ ഓഫ് ദ സോൺ. അപ്പോൾ ഒരു സോൺ പോയിന്റ് പിയിൽ നിർമ്മിക്കുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റർബൻസ് 3 ഫാക്ടറിനെ ആശ്രയിക്കും. നമ്പർ 1 ഈസ് ഏരിയ ഓഫ് ദി സോൺ, നമ്പർ 2 ഡിസ്റ്റൻസ് ഓഫ് ദി സോൺ, മൂന്നാമത്തെ ഒബ്ലിക്വിറ്റി ഫാക്ടർ, അതിന് ചരിവ് എന്ന് പറയും. ഹയർ സോണിലേക്ക് ചെല്ലുന്നതോടും ചരിവ് കൂടും. സിൻസ് ഓൾ സോൺസ് ആർ ഓഫ് ഈക്വൽ ഏരിയ, എല്ലാ സോണും ഈക്വൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു പൈ ബി ലാംഡ. സിൻസ് ഓൾ സോൺസ് ആർ ഓഫ് ഈക്വൽ ഏരിയ, ഈക്വൽ ഏരിയ അവിടെ ഒരു സ്റ്റെപ്പ്, സിൻസ് ഓൾ സോൺ ഓഫ് ഈക്വൽ ഏരിയ, ഇത് ഡിസ്റ്റർബൻസ് ബൈ ഈച്ച് സോൺ ഈസ് എ കോൺസ്റ്റന്റ് കേട്ടോ. അതങ്ങനെ പറയണം, നമുക്ക് അവിടെ അങ്ങനെ സെൻറ്റൻസ് എഴുതാം. സിൻസ് ഓൾ സോൺസ് ആർ ഓഫ് ഈക്വൽ ഏരിയ, your disturbance is same by each zone, same by each zone. But ഇപ്പോൾ സോണിൻ്റെ ഏരിയ മാത്രം പരിഗണിച്ചാൽ ഡിസ്റ്റർബൻസിന് മാറ്റം വരേണ്ടതില്ല. പക്ഷേ ചരിവും ദൂരവും കൂടുമല്ലോ.
അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതൊരു ലൈൻ വിട്ടുപോകാം. സിൻസ് ഓൾ സോൺസ് ആർ ഓഫ് ഈക്വൽ ഏരിയ, ഇതിൽ ഡിസ്റ്റർബൻസ് ഈസ് എ കോൺസ്റ്റന്റ് ബൈ ഈച്ച് സോൺ. ബട്ട് പിന്നൊരു കാര്യം പറയുന്നതാണ്, സോണിൻ്റെ ദൂരവും ചരിവും കൂടുമല്ലോ. ബട്ട് the distance and obliquity increase with the order of the zones. Therefore, disturbance at P due to the outer zone will smaller than the inner zones. അതായത് ഏരിയയ്ക്ക് കോൺട്രിബ്യൂഷൻ എല്ലാ സോണുകളും ലൈറ്റിന് അത് സെയിം ആണ്. ഏരിയ മാത്രം നോക്കിയാൽ എല്ലാ സോണും പിയിലുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി സെയിം ആണ്. എന്നാൽ ഓരോ സോണിലെ ദൂരവും ചരിവും കൂടുന്ന കാരണം ഡിസ്റ്റർബൻസ് ക്രമേണ കുറയും. ദൂരം കൂടുന്നതോറും വെളിച്ചം കുറയും എന്നാണ് അർത്ഥം. അപ്പോൾ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ അളവായിട്ട് വിചാരിക്കണം. അത് നമ്മൾ D1, D2, D3 എന്നാണ് എഴുതുന്നത്. ലെറ്റ് D1, D2, D3 etc. be the disturbance at P due to the secondary wavelets from first, second, third etc. zones. Then D1, D2, D3 etc. are decreasing order and also D2 is D1 plus D3/2. അപ്പോൾ സോണുകളുടെ ഏരിയ സെയിം ആണെങ്കിലും ആ സോണുകളുടെ ഡിസ്റ്റൻസും ഒബ്ലിക്വിറ്റി ഫാക്ടറും കൂടുന്നത് കൊണ്ട് പിയിൽ ഇവ നിർമ്മിക്കുന്ന ഡിസ്റ്റർബൻസ് കുറയുക മാത്രമല്ല, അവ തമ്മിലൊരു പ്രോഗ്രഷൻ വരും, ഡിക്രീസിങ് പ്രോഗ്രഷൻ. അതായത് D1, D2, D3 ഡിക്രീസിങ് ആണ്. അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരും. D2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളതിൻ്റെ ആവറേജ് ആണ്. അല്ലെങ്കിൽ D3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളതിൻ്റെ ആവറേജ് ആണ്. D2, D4 ആവറേജ് ആണ്. അപ്പം അങ്ങനെ എഴുതാൻ D2 is equal to D1 plus D3/2 അങ്ങനെയാണ് കാണുന്നത്. അപ്പം D2 is equal to അപ്പോൾ നമ്മളെഴുതി D2, D1, D3 ആവറേജ് ആയതുകൊണ്ട് D1/2 മൈനസ് D2 പ്ലസ് D3/2 0 ആയിരിക്കും. സിമിലർലി D2/2 D4. ഇപ്പോൾ D2 ആവറേജ് ആണെങ്കിൽ ആ D2 ഇപ്പുറത്ത് വരുമ്പോൾ D1/2 മൈനസ് D2 പ്ലസ് D3/2 0 എന്ന് പറയാം. അതുപോലെ D1 അടുത്ത കേസിൽ D3/2 മൈനസ് D4 പ്ലസ് D5/2 0 എന്ന് പറയാം. അടുത്ത കേസിൽ D5/2 മൈനസ് D6 പ്ലസ് D7/2 0 എന്ന് പറയാം. അതായത് ആവറേജ് ആണല്ലോ, ഒരെണ്ണം ആവറേജ് ആകുമ്പോൾ ഇങ്ങനെ എഴുതാം. നമ്മൾ എഴുതിയ എങ്ങനെയാണ്? D2 is D1 പ്ലസ് D3/2. അതിൽ നിന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. D2 is D1 പ്ലസ് D3/2 ആണെങ്കിൽ ആദ്യം പുറത്ത് എഴുതാൻ പാടില്ലേ? അതുപോലെ D4 D3ൻ്റെയും D5ൻ്റെ ആവറേജ് ആണെങ്കിൽ D4 is D3 പ്ലസ് D5/2 ആകുമ്പോൾ ഇതിപ്പോൾ എഴുതാമല്ലോ. എന്താണ്? D3/2 മൈനസ് D4 പ്ലസ് D5/2 0. അങ്ങനെ എല്ലാം എഴുതി പോവാം. പിന്നെ പറയുന്നത് further the secondary wavelets reaching at P from corresponding points of adjacent zones different path by λ/2. അതായത് ഇപ്പോൾ ഓരോ സോണും തമ്മിലുള്ള പാത്ത് വ്യത്യാസം λ/2 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പാത്ത് വ്യത്യാസം λ/2 ആയി കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഓരോന്നിലും പ്ലസ് മൈനസിന് മാറിക്കൊണ്ടിരിക്കും. കാരണം ഈ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ് ഡെൽറ്റ ഈസ് എൽ ലാംഡ, ഡാർക്ക്നെസ് ഒരു λ/2 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 2n+1 λ/2 എന്ന് കിട്ടും. അപ്പോൾ λ/2 പാത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ ബ്രൈറ്റ്നസ് ഡാർക്ക്നെസ് ആകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ
ഓരോ സോണിലേക്ക് ചെല്ലും തോറും λ/2 പാത്ത് മറന്നുകൊണ്ട് ഈ D1 പോസിറ്റീവ് ആണെങ്കിൽ D2 നെഗറ്റീവ് ആയിരിക്കും, D3 പോസിറ്റീവ് ആയിരിക്കും, D4 നെഗറ്റീവ് ആയിരിക്കും, അങ്ങനെ പോകും. അതാണ് എഴുതിയിരിക്കുന്നത്. ഫർദർ the secondary wavelets reaching at P from the corresponding points of adjacent zones different path by λ/2. Therefore what is the case? Therefore if D1 D2 D3 D1 D3 D5 ആ ഓരോ ടൈംസ് ആയിട്ട് D1 D3 D5 etc. are taken as positive, D2 D4 D6 etc. are to be taken as negative. Therefore resultant amplitude at P due to the entire wavefront മൊത്തം സോണുകൾ പിയിൽ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ആംപ്ലിറ്റ്യൂഡാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഈ സെക്രട്ടറി എല്ലാ സോണിൻ്റെയും കൂട്ടണം. ഓൾട്ടർനേറ്റ് സോൺസിൻ്റെ മൈനസ് ആണെന്ന് ഓർത്തോളണം. കാരണം പാത്ത് ഡിഫറൻസ് λ/2 ആണ്. ബ്രൈറ്റ്നെസ് ഡാർക്ക്നെസ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. A is equal to D1 minus D2 plus D3 minus D4 plus D5 minus D6 plus D7 minus etc. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി കൂട്ടാത്തത്? ഓൾട്ടർനേറ്റ് ടേം മൈനസ് ചെയ്യാൻ കാരണം എന്താണ്? കാരണം അഡ്ജസൻറ്റ് സോൺസിൽ പാത്ത് ഡിഫറൻസ് λ/2 വരുന്നത് കൊണ്ട് ഒരു ഡാർക്ക്നെസ് കണ്ടീഷൻ ബ്രൈറ്റ്നെസ് ആയിട്ട് മാറും, ബ്രൈറ്റ്നെസ് കണ്ടീഷൻ ഡാർക്ക്നെസ് ആയിട്ട് മാറും. അതാണ് കാര്യം. ഞാൻ ഇത്രയും ടൈം എടുത്തിരിക്കുന്നത് അറിയാവും, ഇത് കൂട്ടി കാണിക്കാൻ വേണ്ടിയാണ്. D7 എടുത്തിട്ടുണ്ട്, അത് കൂട്ടി കാണിക്കാൻ എത്ര ടൈം വരും. കൂടുതൽ പ്രത്യേക രീതിയിലാണ്. ഇത് ടെസ്റ്റ് നോക്കിയാൽ കാണുന്ന കൂട്ടരല്ല, നമ്മൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കൂട്ടലാണ്. അധ്യാപകർ പറയുന്നത് കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ടെസ്റ്റിനകത്ത് അവർ കൂട്ടിയ ഉത്തരം പറയും. കൂട്ടം എങ്ങനെ നോക്കുക? ആ D1 പിരിച്ച് D1/2 D1/2 എന്ന് എഴുതുക. -D2 അതുപോലെ എഴുതുക. D3 പിരിച്ച് D3/2 D3/2 എന്ന് എഴുതുക. -D4 അതുപോലെ എഴുതുക. D5 പിരിച്ച് D5/2 D5/2 എന്ന് എഴുതുക. -D6 അതുപോലെ എഴുതുക. പിന്നെ D7 പിരിച്ച് D7/2 പ്ലസ് D7/2 എന്ന് എഴുതുക. പിന്നെ -D8 അങ്ങനെ പോകും. അപ്പോൾ ആ 3 ടേം വെച്ച് ഒന്നാമത്തെ ടേം ഒഴിച്ച് D1/2 ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ഒന്ന് ബോക്സിലാക്കിയാണ്. 3 ടേം വെച്ച് ആ 0 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം D2 D1ൻ്റെയും D3യുടെ ആവറേജ് ആകുമ്പോൾ ആ D2 മൈനസ് ആയതുകൊണ്ട് ആദ്യത്തെയും പൂജ്യമാണ്. അങ്ങനെ ബോക്സിലുള്ളത് എല്ലാം പൂജ്യമാകും തുടർച്ചയായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന D1/2 എന്ന് മാത്രം കിട്ടും അപ്രോക്സിമേറ്റ്ലി. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോൺ D1 ഇൻറ്റൻസിറ്റിയാണ്, D1 ഡിസ്റ്റർബൻസ് ആണ് പിയിൽ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ -D2 ആണ്. മൂന്നാമത്തെ D3 ആണ്. എല്ലാ സോണുകളും കൂടി, എല്ലാ ഹാഫ് പീരീഡ് സോണുകളും കൂടി പിയിൽ സൃഷ്ടിക്കുന്ന, പിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആകെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ, ആകെ ഡിസ്റ്റർബൻസിനെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയും. അതിൻ്റെ ഉത്തരം D1/2 ആണ്. ഒന്നാമത്തെ സോൺ തനിച്ചുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസിൻ്റെ പകുതിയായിരിക്കും. ദാറ്റ് ഈസ് A is equal to D1/2 അപ്രോക്സിമേറ്റ്ലി. ഇനിയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി പറയുന്നത്. അറിയുന്നോ? I proportional to A square, intensity proportional amplitude square. I proportional D1/2 the square. I proportional D1 square by 4. അപ്പോൾ എല്ലാ സോണും ആക്റ്റീവ് ആണെങ്കിൽ പി ഏതാണ്? ഇവിടെ പടം ഓർക്കുക, സ്ക്രീനിലെ പോയിന്റാണ് പിയിൽ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ അളവാണ് I proportional D1 square by 4. എല്ലാ സോണും ആക്റ്റീവ് ആണെങ്കിൽ, എല്ലാ സോണിൽ നിന്നും ലൈറ്റ് വന്ന് സ്ക്രീനിൽ പതിക്കുന്നുവെങ്കിൽ പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ അളവാണ് I proportional D1 square by 4. If all zones are active, all are sending disturbance, there is a resultant intensity at P we can write as I proportional D1 square by 4. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലൈറ്റിന് നീർരേഖാ സഞ്ചരണം, റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് പോകുന്ന വഴിക്ക് ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചാൽ അതിന് ഷാഡോ ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല, ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ O എന്നുള്ള പോയിന്റിൽ ഒബ്സ്റ്റക്കിൾ വെച്ചാൽ ഈ ലൈറ്റ് കുറയും, ഷാഡോ ഉണ്ടാകും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ. അത് പറയാനായിട്ടാണ് നമ്മൾ ഒബ്സ്റ്റക്കിൾ വരാൻ പോകുന്നത്, കേസ് ഒബ്സ്റ്റക്കിൾ. അപ്പോൾ ഇനിയാണ് നമ്മുടെ സബ്ജക്റ്റിലേക്ക്, നമ്മുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വരുന്നത്. If a small obstacle placed at 2 cuts of first HP set, the resultant amplitude P is given by. നമ്മൾ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ, ഓയിൽ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ ഒന്നാമത്തെ സോണിനെ കട്ട് ഔട്ട് ചെയ്താൽ, മറച്ചു കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ്
ഫസ്റ്റ് ടൈം കാണത്തില്ല, ബാക്കി കിട്ടും. A is equal to minus D2 plus D3 minus D4 plus D5 എക്സെട്ര. അതെല്ലാം കൂടി കൂട്ടി നമുക്ക് തെളിയിക്കാൻ പറ്റും. മുമ്പത്തോടെ കൂട്ടണം. കൂട്ടിയാൽ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പിരിക്കേണ്ടത്. ആ മൈനസ് ടൈമിലെ പിരിച്ചു കൂട്ടി വരുമ്പോൾ A is minus D2. അതിവിടെ പിന്നെ പിരിക്കേണ്ടത് നമ്മൾ ആദ്യ ടൈം കൂട്ടി വരുമ്പോൾ നമുക്ക് മൈനസ് D2/2 എന്ന് കിട്ടും. ബാക്കിയെല്ലാം 0 ആയി പോവും. I prefer D2²/4 എന്ന് കിട്ടും. If the obstacle cuts off the first 2 spaces, 2 spaces കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് I prefer D3²/4. And if the obstacle cuts off first n spaces, we get I prefer Dn plus 1²/4. അത് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഒരു സോണിനെ കട്ട് ചെയ്താൽ I D2²/4. ഒരു സോണിനെ കട്ട് ചെയ്താൽ D2²/4. 2 സോണിനെ കട്ട് ചെയ്താൽ D3²/4. n സോണിനെ കട്ട് ചെയ്താൽ Dn plus 1²/4. അപ്പോൾ ഓയിൽ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ വേവ് ഫ്രണ്ടിൻ്റെ n സോണിനെ കട്ട് ചെയ്താൽ സ്ക്രീനിൽ പിയിൽ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി I പ്രപ്പോർഷണൽ ടു Dn plus 1²/4 എന്ന് കിട്ടും. If the obstacle placed to O at the center of the wavefront cuts off first n spaces, the light intensity at P on the screen is given by I proportional to Dn plus 1²/4. ഇനിയാണ് ആർഗ്യുമെന്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഒബ്സ്റ്റക്കിൾ വെച്ചാൽ ആ സ്ക്രീനിൽ ലൈറ്റ് ഇല്ല, ഷാഡോ ഉണ്ടാകും. ഷാഡോ ഉണ്ടാകണമെങ്കിൽ ഈ Dn plus 1²/4 അത് വളരെ നിസ്സാരമാണെന്ന് പറയണം. അത് 0ക്ക് തുല്യമാണെന്ന് പറയണം. 0ക്ക് തുല്യമാണെങ്കിൽ ഷാഡോ ഉണ്ടാവുള്ളൂ. ഈ Dn plus 1²/4 0ക്ക് തുല്യമാണ്, അവിടെ ഇരുട്ടാണ് എന്ന് പറയാൻ പറയും. ഷാഡോ ആണെന്ന് പറയാൻ പോവാണ്. അതെങ്ങനെയാ നോക്കുക. ആർഗ്യുമെന്റ് ആണ്. The wavelength of light is very small. Hence, the area of SPZ is very small. Even a small obstacle will cut off a large number of zones. Since D1, D2, D3 are gradually decreasing, their squares decrease more rapidly. Hence, when an obstacle is placed, the intensity of illumination at P becomes. ഇത്ര പറഞ്ഞ അർത്ഥം ഇതാണ്. ലൈറ്റിൻ്റെ വേവലെന്ത് കുറവാണ്, വളരെ കുറവാണ്. ഏരിയ ഹാഫ് പീരിയഡ് സോൺ വളരെ ചെറുതാണ്. നമ്മൾ വെക്കുന്ന ഒബ്സ്റ്റക്കിള് വളരെ ചെറിയ ഒബ്സ്റ്റക്കിൾ പോലും ലാർജ് നമ്പർ ഓഫ് സോൺസിനെ കട്ട് ഓഫ് ചെയ്യും. കാരണം ഈ സോണിൻ്റെ ഏരിയ വളരെ ചെറുതാണ്. D1, D2, D3 എല്ലാം ഡിക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ Dn plus 1 വളരെ ചെറുതായിരിക്കും. Dn plus 1²/4 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും എന്നാണ് പറയാൻ പോകണം. എഴുതി നോക്കിയേ. D1, D2, D3 are gradually decreasing order. Their squares decrease more rapidly. Hence, when an obstacle is placed, the intensity of illumination at P becomes negligible. That is a shadow of the obstacle is cast. Cast formed എന്നാണ്. കാസ്റ്റ് CAST സ്പെല്ല് നോക്കണേ. കാസ്റ്റിൻ്റെ മുകളിൽ അല്പം മാറി കിടക്കുകയാണ്. കാസ്റ്റ് ഓൺ ദി സ്ക്രീൻ അല്ലെങ്കിൽ ഫോംഡ് ഓൺ ദി സ്ക്രീൻ അറ്റ് P. Thus, Fresnel explained the approximate rectangular propagation of light. The rectangular propagation of light is due to the extremely short wavelength of light. അപ്പോൾ പറഞ്ഞ അർത്ഥം ഇതാണ്. ഈ നമ്മൾ വെക്കുന്ന ഓയിൽ വെക്കുന്ന ഒബ്സ്റ്റക്കിൾ ആദ്യം n സോണിനെ കട്ട് ചെയ്താൽ പിയിലുണ്ടാകുന്ന ഇൻറ്റൻസിറ്റി I പ്രപ്പോർഷണൽ Dn plus 1²/4 ആണ്. D1, D2, D3 എല്ലാം ഡിക്രീസിങ് ഓർഡറിലാണ്. അവയുടെ സ്ക്വയേഴ്സ് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. നമ്മൾ വെക്കുന്ന വളരെ മൈന്യൂട്ട് ഒബ്സ്റ്റക്കിളിന് പോലും ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് സോണിനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ Dn plus 1²/4 എന്ന് വെച്ചാൽ വളരെ ചെറിയ സംഖ്യയാണ്. പ്രാക്ടിക്കൽ 0 ആണ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ലൈറ്റ് ഇല്ല. ഒബ്സ്റ്റക്കിൾ വെക്കുമ്പോൾ സ്ക്രീനിലെ ഇൻറ്റൻസിറ്റി പൂജ്യമാകും. ഇൻറ്റൻസിറ്റി പൂജ്യം എന്ന് പറഞ്ഞാൽ ഷാഡോ ഉണ്ടാകും. അങ്ങനെയാണ് ഫെർനൽ റെക്ലിയർ പ്രൊപ്പഗേഷൻ പറഞ്ഞത്. ഒന്നുകൂടി കേൾക്കാൻ വേണമെങ്കിൽ, ഇഫ് ആൻ ഒബ്സ്റ്റക്കിൾ പ്ലേസ്ഡ് ടു O cuts off first n SPZ,
the intensity on the screen I proportional to dn plus 1 square by 4. Even a minutest obstacle can cut off several thousands of zones. So dn plus 1 square by 4 is practically zero. The meaning is the intensity of light on the screen at p is zero. That is, a shadow of the obstacle is cast at p on the screen. Thus, Fresnel explained the rectilinear propagation of light, and this is an important question. Explain the rectilinear propagation of light using Fresnel's theory of SP set. ഇതൊരു ലെങ്തി എസ്സേ ആണ്. ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ക്ലാസ്സിൽ പറയേണ്ടി വരും. ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് SP സെറ്റ്, പിന്നെ ഷോ ദാറ്റ് ഏരിയ SP സെറ്റ് ഈസ് പൈ ബി ലാംഡ, the factors on which disturbance depends, the reason for the rectilinear propagation, that is extremely short wavelength of light, തുടങ്ങിയ കാര്യങ്ങൾ പ്രശ്നമായിട്ട് വരും. അത് അടുത്ത ലെക്ചറിനകത്ത് അടുത്ത ക്ലാസ്സിനകത്ത് ഞാനത് പറയാം. അപ്പോൾ എസ് എ ആദ്യം പഠിക്കുക, SP സെറ്റിൻ്റെ നിർമ്മാണം പഠിക്കുക. വാട്ട് ഈസ് SP സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പടം വരച്ച് അതിന് കൺസ്ട്രക്ഷൻ എഴുതി ഏരിയ പൈ ബി ലാംഡ എന്ന് എഴുതിയാൽ മതി. മാർക്ക് നോക്കി എഴുതണം. തിയറി 2 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂഫ് എഴുതാം, അല്ലെങ്കിൽ ഏരിയ പൈ ബി ലാംഡ എന്ന് പറയാം. പടം വരക്കണം, കൺസ്ട്രക്ഷൻ എഴുതണം, ഏരിയ പൈ ബി ലാംഡ എന്ന് എഴുതിയാൽ വാട്ട് ഈസ് SP സെറ്റ് എന്നുള്ളതിൻ്റെ ഉത്തരമായി. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്. That is all with this 17th lecture on optics. Thank you very much.